ഹല്ലേലൂയ. നമ്മളെ ഈ സങ്കീർത്തനം 55, ഈ സങ്കീർത്തനം വളരെ സുന്ദരമായ ഒരു സങ്കീർത്തനം. ഒരു സങ്കടം നിറഞ്ഞ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ മുൻപിൽ ആവലാതി പറയുന്നതാണ്. ദാവീദാണ്. ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. ഈ ദാവീദിൻ്റെ യജമാനനായ സാവൂൾ ഈ മനുഷ്യനെ കുന്തമെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിച്ചു. പിന്നീട് ഭയപ്പെട്ട് ഈ മനുഷ്യൻ ഓടി മണലാരണ്യത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. താടിമീശയൊക്കെ ഇങ്ങനെ തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഭ്രാന്തനാണ്, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു. രാജാവ് ദൈവം തിരഞ്ഞെടുത്ത ദാവീദാണ്. പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മകൻ അബ്സലോം പട്ടാള വിപ്ലവത്തിലൂടെ ഈ മനുഷ്യനെ പിന്നെയും പീഡിപ്പിച്ചു. ഇയാൾ പേരുണ്ട് ഓടി. പിന്നീട് തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്കറിയാം ഈ മനുഷ്യൻ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ദാവീദ്. പിന്നെ ഈ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ മടുത്ത്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കൾ ഞാൻ സ്വന്തമെന്ന് കരുതിയവരാണ് എനിക്കെതിരെ ഈ പാരയെല്ലാം പണിയുന്നത്. എനിക്ക് മടുത്ത്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയ. നമുക്ക് സന്തോഷം ഉണ്ടാകണം, കർത്താവ് കൂടെയുള്ളതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഒരുപാട് മാനസിക വ്യതകളുണ്ട്, വേദന കൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, 2-ാം വാക്യം, കർത്താവേ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണേ, എത്ര നാളായിട്ട് ഞാൻ കണ്ണീര് പൊഴിക്കുക. എൻ്റെ ദൈവമേ നീ എന്താ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കാത്തത്? എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണം. എന്നിട്ട് പറയാണ്, കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇങ്ങനെ വരികയാണ്. ഒന്ന് തീരുന്നതിന് മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞ്, ഒരു രോഗം മാറുന്നതിന് മുമ്പ് വേറൊന്ന്, ഒരു ബാധ്യത തീരുന്നതിന് മുമ്പ് വേറൊന്ന്, ഒരു പ്രശ്നം അങ്ങോട്ട് തീരുന്നപ്പോൾ മക്കളുടെ വഴിയിലുള്ള പ്രശ്നം, ജീവിത പങ്കാളിയുടെ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്താണ്. അപ്പോഴാണ് ഇതാ പിള്ളേരുടെ അവസ്ഥ. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ജീവിതം മുഴുവനും ദുരിതം കൊണ്ട് കണ്ണുനീര് കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പൈതലാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ അട്ടഹാസം. മറ്റുള്ളവർ ഇങ്ങനെ അങ്ങ് അട്ടഹസിക്കുക. ഞാൻ ഒന്ന് വീണ് കഴിയുമ്പോൾ അയൽപക്കത്തുള്ളവർ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ്റെ അവിടെ അവസ്ഥ. ഇതൊക്കെ എവിടെ പോകാനാ? മനസ്സാ വാചാ കർമ്മണ അറിയാത്ത വിഷയങ്ങളുടെ മേൽ ആളുകൾ ഇങ്ങനെ അട്ടഹസിക്കും, പെറുപെറുക്കും. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത് മറ്റുള്ളവർ എനിക്കെതിരെ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും ദൈവത്തോട് പറയും, എൻ്റെ കർത്താവേ ഇതിൽ നിന്നൊരു മോചനമില്ലയോ? ഈ മനുഷ്യരുടെ ഈ നിന്ദാവചനങ്ങൾക്കൊരു പരിഹാരമില്ലയോ? ഈ കുത്തുവാക്കുകൾ എന്നാ തീരുന്നേ? ഇങ്ങനൊരവസ്ഥയിൽ ഈ പൈതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവേ എനിക്കിപ്പോൾ പരിഭ്രാന്തിയാണ്. ഇത് കേട്ട് ഞാനിപ്പോൾ പേടി. എനിക്കിപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പേടി, എനിക്കിപ്പോൾ ആൾക്കൂട്ടം പേടി, എനിക്കിപ്പോൾ പള്ളി പോകാൻ പോലും പേടി. എന്തിനാണ്? എൻ്റെ ബന്ധുക്കളുടെ ഒരു കല്യാണം വന്നാൽ അതിന് പോലും എന്നെ വിളിച്ച കഴിയുന്നത്ര എന്നെ അങ്ങ് വിളിക്കാണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ കയറി വരും. ഒഴിവാക്കുകയാണ്. കാരണം എൻ്റെ അവസ്ഥ, കഷ്ടത എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിനോട് പറയാണ്, 4-ാം വാക്യം, എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. കരയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്ന മീനെ കണക്ക് പിടയ്ക്കുകയാണ്. കർത്താവ് ഇതാരും കാണുന്നില്ല. മുഖം നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും. മുഖത്ത് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് പൊട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ നോവ് രാവിൻ്റെ പുലരിയുടെ യാമങ്ങളിൽ കണ്ണുനീരായിട്ടിങ്ങനെ വരികയാണ്, ഒഴുകാണ്. ഈ സങ്കടം എണ്ണിപ്പറക്കി ഞാൻ കർത്താവിനോട് പറയാം. കർത്താവാട്ടെ മിണ്ടുന്നുമില്ല. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അടുത്ത വചനം, മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. മരണഭയമാണ് എനിക്കിപ്പോൾ. ഇതെല്ലാം കൂടെ വന്നിട്ട് തലേ കയറിയിട്ട്
ഇപ്പോൾ ഒരു പേടി ഇങ്ങോട്ട് മരിച്ചു പോയേക്കോ, എനിക്കിനി ആയുസില്ലയോ. ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു പ്രത്യാശയില്ല, ഒരു കനം തൂങ്ങുന്ന മനസ്സുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. എനിക്കൊരു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരികയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ. സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇതിൽ നിന്ന് രക്ഷപ്പെടും. ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരവില്ല, നോ ആൻസർ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവമേ 2 ചിറക് തരാമോ. അടുത്ത വചനം വായിക്കാമോ? 6-ാം വാക്യം. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിച്ചേനെ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവും കേൾക്കുന്നില്ല, പ്രശ്നം തീരുന്നുമില്ല, എങ്കിൽ ദൈവമേ എനിക്ക് 2 ചിറകെങ്കിലും ഇങ്ങ് തരാമോ. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പറന്ന് അകലെ എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചേനെ. ഒരു വിസ എടുത്ത്, ഒരു വിസിറ്റിംഗ് വിസ എടുത്തെങ്കിലും നാട് വിട്ടു പോയേനെ. കർത്താവേ എനിക്ക് മടുത്തു, എന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താമോ. ഈ സാഹചര്യത്തിൽ നിന്ന് എസ്കേപ്പിസം എന്നാണ് ഇതിന് പറയുന്നത്. എസ്കേപ്പ്, രക്ഷപ്പെടാൻ എന്നെ ഒന്ന് അനുവദിക്കാവോ, എന്നെ എവിടോട്ടെങ്കിലും ഒന്ന് മാറ്റാമോ. ഈ വീട്ടിൽ നിന്ന് അനാഥാലയം മതി, ഞാനങ്ങ് പോട്ടെ, ഇവിടെ നിന്ന് ഞാനങ്ങ് രക്ഷപ്പെടാൻ എന്നെ ഒന്ന് അനുവദിക്കാവോ. എനിക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുത്തിട്ട് നാട് വിട്ടാലോ. 2 ചിറക് തരാമോ കർത്താവേ. ചിറക് എന്തിനാണ്? ഷോക്കേസിൽ വെക്കാനാണോ? അല്ല, പറക്കാനാണ്. പറന്ന് വിട്ട്, നടന്നല്ല, ഓട്ടോ പിടിച്ചല്ല, പറന്നു പോകാനുള്ള ശ്രമത്തിലാണ്. അത്ര മടുത്ത്. അങ്ങനെ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എസ്കേപ്പിസ്, എനിക്ക് മടുത്ത്, കർത്താവേ എനിക്ക് എങ്ങനെയൊരു അവസരം ഒരുക്കി തരാമോ. എവിടെയെങ്കിലും ഒന്ന് പോയി ഞാൻ അവിടെ കാണാൻ ചുരുണ്ടുകൂടി ജീവിച്ചോളാം, എന്നെ രക്ഷപ്പെടുത്തണമേ. ദൈവമാകട്ടെ മിണ്ടുന്നില്ല. കർത്താവിനോട് പറയാണ്, കർത്താവെ ചിറക് തന്നാൽ ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, അലഞ്ഞു തിരിഞ്ഞങ്ങ് നടക്കായിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞാണ്, അച്ഛാ എനിക്കിഷ്ടമെന്ന് പറയുന്നത് എനിക്ക് വീട് അങ്ങ് വിട്ടുപോകാനാണ്, എന്നിട്ട് എനിക്കിങ്ങനെ യാത്ര ചെയ്യണം. പിന്നെ മനസ്സിലായി, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നു, എന്നെ അവഗണിക്കുന്നു, എനിക്കൊരു ഇല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ എവിടെ കിട്ടിയാലും അങ്ങ് രക്ഷപ്പെടാൻ നോക്കും. മെല്ലൻകൊള്ളിക്കായിട്ട് നടക്കുന്നതാണ്, വിഷാദങ്ങൾക്ക് അടിപ്പെട്ട് നടക്കുന്നവരുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ സ്ഥലം വിട്ട് രക്ഷപ്പെടാൻ നോക്കും. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ചിന്തിച്ച ആളുകൾ, വിജനതയിൽ വസിക്കുന്ന ആളുകൾ. കാരണം എന്താണെന്നറിയാമോ? 8-ാം വാക്യം, കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ടകന്ന് സങ്കേതം തേടാൻ കൊതിക്കുകയാണ്. ഇത് എന്നെ ഇട്ട് ചുഴലിക്കാറ്റ് കണക്കി പ്രശ്നമായിട്ട് കറക്കുകയാണ്. ഒരെത്തുപിടിയില്ല, ഒരു കരക്കെടുക്കുന്നില്ല. പിന്നെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോവുക, ആഴങ്ങളിലേക്ക് പോവുക. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതൊരു നടക്ക് തീരുകയല്ല ഈ പ്രശ്നം. എനിക്ക് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. സമൂഹത്തിലുള്ളവരൊക്കെ അടിക്കടിക്ക് മേൽഗതി പ്രാപിച്ച് വരികയാണ്. ഞാൻ കീഴോട്ട് പോവാണ്. ഹല്ലേലൂയ. കർത്താവെ ഒരു ചിറക് തരാമോ? കർത്താവെ ഒരു ചിറക് തരാം. കർത്താവ് ചിറക് കൊടുത്തോ? ബൈബിൾ വായിച്ചാൽ അറിയാം. ക്ഷീണമുണ്ട്, കണ്ണടയല്ലേ, ദൈവമേ കണ്ണടയരുതേ. കർത്താവെ ചിറക് കൊടുത്തില്ലേലും കണ്ണടയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, കർത്താവെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പറയാണ്, കർത്താവെ ചിറകില്ലേ? കർത്താവ് മിണ്ടുന്നില്ല, ചിറക് തരത്തില്ല, രക്ഷപ്പെടാൻ അനുവദിക്കും. ഈ കുഴിയിൽ തന്നെ നീ കിടക്കണം, ഈ വീട്ടിൽ തന്നെ നീ കിടക്കണം. ഈ ഭർത്താവ് തന്നെ, ഞാൻ കാണുന്നതിന് 3 വർഷം കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫറിലും ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവ്, ഈ ഭാര്യ ഒരു ട്രാൻസ്ഫറും ഇല്ല. ജീവിതാന്ത്യം വരെ നമ്മൾ അതാണ്. ഹല്ലേലൂയ.
കർത്താവ് പറയും, ചിറകില്ല, ഞങ്ങൾക്കാണെങ്കിൽ ഒരു ചിറകെങ്കിലും സംഘടിപ്പിച്ച് അടുത്ത പള്ളിയിലേക്ക് ട്രാൻസ്ഫർ. നിങ്ങൾക്കോ ലൈഫ് ലോങ് നോ ട്രാൻസ്ഫർ. ഇവിടെ തന്നെ ഇതാണ് മക്കൾ, ഇത് തന്നെ. ഈ മക്കളെ വിട്ടിട്ട് ദുബായിൽ നിന്ന് 2 മക്കളെ ഇറക്കുമതി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. തന്നെ പിന്നെ ഈ നത്തുകുത്തിയിരിക്കുന്ന 2 പിള്ളേർ, ഈ 2 അല്ലാതെ വേറൊന്ന് വേണമെങ്കിൽ ദൈവമേ മനസ്സ് വിചാരിച്ച് നല്ല 2-3 എണ്ണത്തിനെയൊക്കെ കർത്താവ് തന്നായിരുന്നു. അതും വേണ്ടെന്ന് വെച്ച് ഇപ്പം ഇത് മാത്രം തന്നെയും പിന്നെയും. ഈ മമ്മിക്ക് എന്നാ അറിയാം, കുന്തം. ഇത് പറയുന്ന പിള്ളേരേ ഉള്ളൂ. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇങ്ങനൊരവസ്ഥയിൽ നിന്ന് എന്നിട്ട് ഈ പ്രാർത്ഥിച്ച് ദാവീദ് പറയുന്നത് എന്താണെന്നറിയാമോ? ദാവീദ് പറയുന്നത്, ശത്രുവല്ല എന്നെ നിന്ദിക്കുക. ആദ്യ പുള്ളി കരുതി ഈ ശത്രുക്കളാണ് ഈ അവസ്ഥയ്ക്ക് എനിക്ക് പണി തന്നതെന്ന്. പിന്നെ മനസ്സിലായി, ദൈവമേ ശത്രു അല്ല എന്നെ നിന്ദിക്കുന്നതായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നതായിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എൻ്റെ വിഷയം, എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? 13-ാം വാക്യം, എൻ്റെ സഹചരൻ എന്ന് പറഞ്ഞാൽ കൂടെ ചരിക്കുന്നവൻ, എൻ്റെ കൂടപ്പുറപ്പ്. എൻ്റെ കൂടപ്പുറപ്പാണ് ഈ പണി തന്നത്. ഒരു ഉദരത്തിൽ നിന്ന് വന്ന എൻ്റെ സഹോദരങ്ങളാണ് എനിക്ക് പണി തന്നത്. ചങ്ങാതിയാണ് എനിക്ക് ഈ വേദന തന്നത്. ഉറ്റ സ്നേഹിതനായിരുന്ന നീയാണ് ഇത് ചെയ്തത്. ഇതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വേദന ഇങ്ങോട്ട് വന്നിട്ട് കണ്ണിൽ കൂടെ കണ്ണീരല്ല ചോരയാണ് വരുന്നത്. ഒരുപാട് നന്മ ചെയ്ത് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ അവരെയൊക്കെ കരകയറ്റി ഗൾഫിൽ. എന്നോട് പറഞ്ഞൊരാണ്, ചേട്ടായി വന്നിട്ട് കാർ പോർച്ചിൽ കിടക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടെ? കാർ പോർച്ചിൽ കിടക്കുകയാണ്. ഗൾഫിൽ നിന്ന് വന്ന പെട്ടിയുണ്ട്, കാർട്ടൂണുണ്ട്, ഇതെല്ലാം ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഒരു ഷീറ്റ് വിരിച്ച് കാർ പോർച്ചിൽ കിടക്കുക. ആളുകാർ ചോദിച്ചു, ചേട്ടാ എന്താ വീട്ടിൽ കയറി കിടക്കാത്തേ? അപ്പോൾ പറഞ്ഞു, ഭാര്യയും മക്കളും വീട്ടിൽ കയറ്റുന്നില്ല. ഇയാളുടെ വീടാണ്. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മണലാരണ്യത്തിൽ നിന്ന് ചോര നീരാക്കി കഴിച്ചു കൊടുത്ത പൈസ കൊണ്ട് കെട്ടിയ വീട്ടിൽ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യ മക്കളും കയറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വന്തപ്പെട്ടവർ ഒഴിവാക്കുകയാണ്. കൈവെള്ളം കൊണ്ട് നടന്നതാണ്, കരകയറ്റുകയാണ്. നമ്മൾ ഗതി പിടിപ്പിച്ചവരാണ്. അവരാണ് നമുക്കെതിരെ ഈ പ്രകാരം പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയാണ്, നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു, നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഒരേപോലെ പള്ളി കൈപിടിച്ച് നടന്ന, പള്ളി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ് നമുക്കെതിരെ ഈ അപവാദം പറഞ്ഞുണ്ടാക്കിയത്, ഈ സൽപ്പേരിടിച്ച് കളഞ്ഞത്, നമ്മുടെ ചാരിത്രം കവർന്നെടുത്തത്, നമ്മുടെ വിശുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞത്, നമുക്കെതിരെ ദ്രോഹം ചെയ്തത് നമ്മുടെ കൂടപ്പുറപ്പുകളാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. ഇനിയും ഒന്നാമത്തെ രീതി ഇതെല്ലാം സഹിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ചിറക് തരാമോ, ഞാൻ നാട് വിടട്ടെ. രണ്ടാമത്തെ രീതി എന്താണെന്ന് പറയുക, 15-ാം വാക്യം. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാൻ സാധ്യതയുള്ള ഒരു വചനമാണ്. ദാവീദ് പക്ഷെ പറഞ്ഞ് എന്താണെന്നറിയാമോ? അവരെ മരണം പിടികൂടട്ടെ. അങ്ങനൊരു സംഭവം. കർത്താവേ, അവൻ്റെ തലയിൽ അറിയാം എന്തോ വീഴട്ടെ, ആ തീ വീഴട്ടെ. കർത്താവേ, ഇടിത്തി എത്രയോ മിന്നലും ഇടിയും വേസ്റ്റായിട്ട് പോകുന്നു, എന്താ ഒരെണ്ണം അവൻ്റെ വീട്ടിലോട്ട് കൊടുക്കാതെ? ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ തീരണേ, ഇതോടുകൂടി അവൻ തീരും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോയെന്ന് ഇപ്പോൾ അറിയാം, എൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയുന്നത്, എൻ്റെ അടുത്ത് ആ കളി. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ടോ വീണത്? തേങ്ങ കണ്ട് വീണാണ്. നമ്മൾ ഇത് വലിയ വിഷയമാക്കി നമ്മൾ പറയും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദും പ്രാർത്ഥിച്ചു, എൻ്റെ ശത്രുവിൻ്റെ തലയിൽ ഇടിത്തി വീഴണം.
ഇങ്ങനെ ദാവീദ് പ്രാർത്ഥിച്ചു. നമ്മളും അറിയാതെ പ്രാർത്ഥിക്കും, ദൈവമേ മരണം അവരെ പിടികൂടട്ടെ. എന്നിട്ട് പറയാണ്, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. ഒരു നല്ല അടക്കം പോലും അവർക്ക് കിട്ടരുത്. അവരുടെ ബോഡി പള്ളി കൊണ്ടുവരാൻ പറ്റരുത്. അവരുടെ കാര്യം പോക്കാണ്. അവർക്കൊരു അടക്കം പോലും നന്നായിട്ട് കിട്ടാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞിട്ടും കർത്താവ് മിണ്ടുന്നില്ല. അവസാനം ശ്രദ്ധിക്കണേ ദൈവമക്കളെ, അവസാനം ദാവീദിന് മനസ്സിലായി ഈ പ്രാർത്ഥനയൊന്നും ഏക്കുകയില്ല. ശ്രദ്ധിക്കണം, ദൈവവചനം എഴുതി വച്ചിരിക്കുന്നത് വെറുതെ ചരിത്രം പറയാനല്ല. ഇതെനിക്ക് നിനക്കുള്ള മെസ്സേജാണ്, സന്ദേശമാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട. ദാവീദ് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയുടെ ശൈലി ഞാൻ മാറ്റാൻ പോവാണെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാർത്ഥന ചിറക് തരാനായിരുന്നു, ഞാൻ രക്ഷപ്പെടട്ടെ. രണ്ടാമത്തെ പ്രാർത്ഥന അവൻ്റെ തല ഇടുത്തി വീഴട്ടെ എന്നാണ്. എന്നാൽ മൂന്നാമത്തെ രീതി, പ്രാർത്ഥനയുടെ രീതി പുള്ളി മാറ്റി. ദൈവമക്കളെ, ഇതാണ് സുവിശേഷം നമുക്ക് തരുന്ന പ്രസാദാത്മകമായ സന്ദേശം. ഇത് പരിശീലിച്ചാൽ നിനക്ക് ഒരു സദ്വാർത്തയുണ്ട്. നിൻ്റെ പ്രശ്നത്തിന് സ്വർഗം പരിഹാരം കാണും. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമേ. എന്താണെന്നറിയാമോ? 17-ാം വാക്യം ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും, മൂന്ന് നേരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, ഗുളിക കണക്കെ ഈ പ്രശ്നം ഞാൻ ആവലാതിപ്പെട്ട് കരയാൻ തുടങ്ങി. ഇത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം പറയാൻ തുടങ്ങി. ഈ പ്രശ്നം സഹോദരങ്ങൾക്കെതിരെ അല്ല ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഈ പരിസരത്തെക്കുറിച്ചോ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ചോ ഒന്നുമല്ല ചർച്ച. ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നൊന്നുമല്ല. എനിക്കുണ്ടായ ഈ സങ്കടം, ഈ അവസ്ഥ, എൻ്റെ അവസ്ഥ, സ്ഥിതി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഗുളിക കണക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. ആവലാതിപ്പെട്ട് കരഞ്ഞ്, പ്രിയപ്പെട്ടവരെ കണ്ണുനീരിന് ഭയങ്കര വിലയാണ്. ആവലാതിപ്പെട്ട് കരയാൻ തുടങ്ങി ദാവീദ്. എപ്പോഴും? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. മട്ടുപ്പാവി നിന്നിട്ടല്ല. മട്ടുപ്പാവി നിന്ന് പുള്ളിക്കാരൻ പണ്ട് കുളിക്കടവിലെ കുളിസീനൊക്കെ കണ്ടതാണ്. ഇതെന്നറിയാമോ? ഈ മനുഷ്യൻ ഉള്ളറയിൽ ചെന്ന്, അയാളുടെ മുറിയിൽ ചെന്ന് ആരും കാണാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കരഞ്ഞോണ്ട് ഈ സംഭവം അങ്ങോട്ട് പറയാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശൈലി മാറ്റി. ആളുകൾക്കെതിരെ അല്ല ഇപ്പോൾ പ്രാർത്ഥന, രക്ഷപ്പെടാൻ വേണ്ടി അല്ല പ്രാർത്ഥന, മറിച്ച് ഈ സങ്കടം അതുപോലെ കടമാണോ, പിള്ളേരുടെ വിഷയമാണോ, കോടതി വിഷയമാണോ, രോഗമാണോ, ആ സങ്കടം അതുപോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആവലാതിപ്പെട്ട് കരഞ്ഞ് കാര്യം അവതരിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പുള്ളിക്കാരനൊരു പ്രഖ്യാപനം നടത്തുക, ഒരു സത്യം നമ്മളോട് വിളിച്ചു പറയുക. അതാണ് 22-ാം വാക്യം. ഇതാ ദാവീദ് ഒരു സത്യം പറയുന്നു. നിങ്ങൾക്കറിയാമോ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞ് ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഞാൻ പറയട്ടെ. 22-ാം വാക്യം, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. താങ്ങിക്കൊണ്ടേക്കാമെന്നല്ല, ചിലപ്പോൾ താങ്ങുമെന്നല്ല. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഭാരം അവൻ്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് അങ്ങോട്ട് പറയുക, നിന്നെ അവൻ കൈവെള്ള താങ്ങിക്കൊള്ളും. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പാഠം. ചിറക് തന്നില്ല അവൻ, ഇടുത്തി പേയിച്ചില്ല, മറിച്ച് എൻ്റെ കർത്താവ് എന്നെ താങ്ങാൻ തുടങ്ങി. ഞാൻ ഉയരാൻ തുടങ്ങി. എൻ്റെ കർത്താവ് എൻ്റെ കൈവെള്ള ഉയർത്താൻ തുടങ്ങി. ഞാൻ ഉയരാൻ തുടങ്ങി. എൻ്റെ ഭാരം വിട്ടുപോയി. എൻ്റെ ഭാരം കർത്താവ് ഏറ്റെടുത്തു. ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൻ്റെ വിളി. ആവലാതിപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ദൈവം മുമ്പാകെ സങ്കടം പറയണം, സ്ഥിതി വിവരിക്കണം.
അത് കേൾക്കാൻ അവന് കൊതിയാണ്. അവനറിയാൻ മേലാഞ്ഞിട്ടല്ല, നമ്മുടെ വിഷയങ്ങൾ അവനറിയാൻ മേലാഞ്ഞിട്ടല്ല, നമ്മളിപ്പോൾ സഹിക്കുന്ന പീഡകൾ അവനറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷെ നിൻ്റെ നാവിൽ നിന്നത് കേൾക്കാൻ, നിൻ്റെ സ്വരം അവന് കേൾക്കാൻ അവന് ഇഷ്ടമാണ്. അവൻ്റെ കാതിൽ അത് പതിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ പദം പറഞ്ഞ് ആവലാതി പറഞ്ഞ് കരഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ സങ്കടം പറയാമോ? നിൻ്റെ ഭാരം കർത്താവ് ഏറ്റെടുക്കും. വിശ്വസിച്ച് പറ ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ വചനം ഇതാണ്. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൾ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്തു നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവനാരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഹല്ലേലൂയ. യേശു അല്ലാതെ ആരും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഏത് നേരത്തും എനിക്ക് യേശു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരെ എനിക്കറിയാം. എപ്പോഴും എൻ്റെ യേശോപ്പ, എൻ്റെ യേശോപ്പ, യേശോപ്പ അപ്പാ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, യേശു എന്ന് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്ന, യേശു എന്ന് കേൾക്കുമ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് പൊട്ടി പുറപ്പെടുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം. അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഈ വെട്ടം കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നമൊന്നും പ്രശ്നമേ അല്ലാതാവും. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഈ പ്രശ്നമെല്ലാം പ്രശ്നമായിട്ട് നമ്മളിട്ട് കുത്തുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ യേശു എന്നൊരു ചിന്ത. സ്തേഫാനോസിനെ കല്ലെറിയാൻ വേണ്ടി എല്ലാവരും കൂടെ വന്ന് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനാകട്ടെ മുഖമുയർത്തി, കണ്ണുകൾ ഉയർത്തി, ദൈവപുത്രൻ യേശുദാ പിതാവിൻ്റെ സ്വർഗത്തിൽ വലതു ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവൻ ഏറ് കിട്ടുമ്പോഴും അവൻ കാണുന്നത് യേശുവിൻ്റെ മുഖമാണ്. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളിയാണ്. അതുണ്ടാകാൻ വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇന്ന് വയറ്റുവേദന, നാളെ പല്ലുവേദന, മറ്റന്നാൾ മുട്ടുവേദന, പിന്നെ പുറം വേദന.
പിന്നെ എല്ലാം കൊണ്ട് സെറ്റായി കഴിയുമ്പോഴാണ് പിന്നെ എന്തേ പല്ല് പോയി. ഈ പ്രശ്നം തീരാനേ പോകുന്നില്ല. പക്ഷേ ഈ പ്രശ്നത്തിന് നടുവിൽ നിങ്ങൾക്കറിയോ, പഴയ നിയമത്തിൽ യാക്കോബ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇപ്പം കൊല്ലുമെന്നുള്ള രീതിയിൽ, കാരണം ചേട്ടനെ പറ്റിച്ചിട്ട് പായസക്കോപ്പ അടിച്ചു മാറ്റി, അപ്പൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി, ഈ കടിഞ്ഞൂൽ പുത്രസ്ഥാനം അടിച്ചു മാറ്റി, ആകെപ്പാടെ പറ്റീര്. അതാണ് യാക്കോബ്. അവസാനം ഓടി, കാരണം ചേട്ടൻ കൊല്ലാൻ വരുന്നു. അമ്മ പറഞ്ഞു ഓടിക്കോ, എൻ്റെ ആങ്ങളുടെ ലാബാൻ്റെ വീട്ടിൽ പോക്കും, അവിടെ കാണാൻ പോയി താമസിക്കില്ല, നിന്നെ തല്ലിക്കൊന്ന് സ്റ്റിക്കറാക്കുന്നു. ഓടിച്ചെന്നിട്ട് യാബൂക്ക് എന്നൊരു ഒരു കടവ്, ഒരു നദിക്കട. ഇനി അത് കടക്കണമെന്നുണ്ടെങ്കിൽ ക്ഷീണമാണ്. പുള്ളി എന്ത് ചെയ്ത് അവിടെ കിടന്നുറങ്ങി. സാധാരണഗതിയിൽ കൊല്ലാൻ വരും, നമുക്കൊരു പട്ടി കടിക്കാൻ വന്നാൽ പിന്നെ അന്ന് ഉറക്കമില്ല. ഇത് ഏസാവ് ഇത്രയും ദേഷ്യത്തിൽ ഇങ്ങോട്ട് വരുന്നു എന്നറിയാം. ഈ ചെറുക്കൻ അവിടെ ഉറങ്ങിയെന്ന് മാത്രം ഒരു തലയണയായിട്ട് എന്തെടുത്ത് വെച്ചു, ഒരു കല്ലും എടുത്ത് വെച്ചിട്ട് കല്ലേ തലയൊക്കെ വെച്ച് ഉറങ്ങിയപ്പോൾ പുള്ളി കാണുന്നൊരു കാഴ്ച, മാലാഖമാർ, ഗോവേണി, കുറേ പേര് കയറുന്നു ഇറങ്ങുന്നു. ഈ ഒരു പ്രതിസന്ധി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ എന്തോ കാണും? അത് പറയണ്ട, നാണക്കേട. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിന്ന് നിലവിളിച്ചില്ലെങ്കിലേ ഉള്ളൂ ഭാഗ്യം. പക്ഷെ യാക്കോബ് നോക്കിയേ, യാക്കോബ് സ്വർഗം കാണുന്നു. ഗോവേണി എന്ന് പറഞ്ഞാൽ റെയിൽപ്പാളം കണക്കിയ ഒരു സംഭവമല്ല. ഒരു 10-20 അടി ഹൈറ്റിൽ ഗോവേണി, കുരുമുളകൊക്കെ പറിക്കുന്ന ഗോവേണി, ഒരു 20 അടി ഹൈറ്റിൽ എന്തോ നിൽക്കുന്നു ഗോവേണി. സ്വർഗം ചാഞ്ഞു വന്ന് നിൽക്കുന്നതെന്ന്. ഈ പ്രതിസന്ധികൾക്കിടയിലും സ്വർഗത്തിൻ്റെ ഒരു വെട്ടം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തോരം ദുരിതം ഉണ്ടെങ്കിലും എനിക്കെൻ്റെ അപ്പ ഉണ്ട്, എനിക്കെൻ്റെ ദൈവമുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ, ഇയാൾ തളർന്നു കിടക്കുകയാണ്. എവിടാണ്? ബത്സയിദ കുളക്കരയിലെ, പിന്നെ മതി, പിന്നെ അങ്ങനൊരു ചേട്ടായി വന്ന് കിടക്കുകയാണ്. എത്ര വർഷം? 38. ഈശോയുടെ പ്രായമോ? 33. ഈ മനുഷ്യൻ ഈശോയുടെ പ്രായത്തെക്കാളും പ്രായം കൂടിയ രോഗമാണ്. അതിനേക്കാളും പ്രായം കൂടിയ രോഗവുമായിട്ട് കിടക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആളുകൾ അതുവഴി ഇങ്ങനെ നടക്കുകയാണ്. ഈ മനുഷ്യനെല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരും ഇല്ലാതായി. അതാണ് ഇയാൾ പറയുന്നൊരു വാക്കുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് വന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നതാണ്, കർത്താവേ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. കുളത്തിലിറക്കുന്നതൊക്കെ വേറെ വിഷയം. അവൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. ഇതാണ് അവൻ്റെ വിഷയം. അവഗണിക്കപ്പെട്ടു. ഐ എം ആൻ അൺവാണ്ടഡ് ബീയിങ് ഇൻ ദിസ് വേൾഡ്. എനിക്കാരും ഇല്ലാതായി. കാണുമ്പോൾ എല്ലാവരും ഉണ്ടെന്ന് തോന്നും, പക്ഷേ പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് വീണു പോയാൽ കട്ടിലൊഴിയുന്നില്ലല്ലോ എന്ന് പറയും. ജീവിത പങ്കാളി പോലും പറയും, മരിച്ചാൽ മതിയായിരുന്നു, ഇനി രക്ഷയില്ലല്ലോ. ക്യാൻസർ പോലൊരു സംഭവമൊക്കെ വന്നാൽ പിന്നെ പറയുകയും വേണ്ട. നമ്മൾ പറയും കൊണ്ട് നടക്കാൻ, ഞങ്ങൾ എത്ര വേണേലും നോക്കും എന്നൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വീണു പോയാൽ തീർന്നു. ഈ മനുഷ്യൻ ആരും ഇല്ലാതായി. ഇതാണ് ഇയാളുടെ സങ്കടം. ഇയാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ കരുതുന്നത് ഇയാളെക്കുറിച്ച് ചിത്രം ഇങ്ങനെ ആയിരിക്കും. ഇയാൾ ഭാര്യയ്ക്ക് 2 മക്കളും ഉണ്ടെന്ന് കരുത്. നമ്മുടെ സാധാരണ വീട്. ഒരു ദിവസം ഇളയ മോള് വന്നപ്പോൾ സ്കൂളിൽ മാത്സ് പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, പപ്പാ എനിക്കൊരു കരിക്കിട്ട് തരാമോ? പരീക്ഷ കഴിഞ്ഞ് വന്നേല്ലയോ, ശരി കരിക്കിട്ട് തരാമെന്ന് പറഞ്ഞ് വലിഞ്ഞ് കയറിയതാണ്. മടലെ പിടിച്ചു, മടലും കൊണ്ട് ഈ ചേട്ടായി പുതുക്കനാരോ എന്ന് പറയുക. ഇസട്ട് പോലെ കാല് വളഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ചേട്ടത്തി ഓടി വന്നിട്ട് തെയ്യാമ്മ വന്നിട്ട് പറയും, എൻ്റെ പൊന്നു ചേട്ടാ ഇതെന്നാ കാണും. ആശുപത്രിയിൽ കൊണ്ടുപോയി, കുറേ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് കൊടുത്ത് രക്ഷയില്ല, പ്ലാസ്റ്റർ ഇട്ട് നോക്കി രക്ഷയില്ല. അവസാനം ചവിട്ടിത്തിരുമി, ഞവരക്കിഴി, നസ്യമില്ലല്ലോ, ഇതൊക്കെ ചെയ്ത് എന്നിട്ടും രക്ഷയില്ല. ഒടുവിൽ ഏതോ ബുദ്ധിമതിയായ കുടുംബശ്രീയിലെ ആശുഷൈഷിനിഷയൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുത്തിട്ട്, തെയ്യാമ്മേ നീ ഇതിയാനായിട്ട് ഇങ്ങനെ തിരുമിച്ചാൽ നിൻ്റെ കുടുംബം വെളുത്തു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ കൊണ്ടുപോയി ഈ പോട്ട അല്ലെ കൃപാസനം പോലുള്ള ബത്സയിദ കുളങ്ങളുണ്ട്,
അവിടെ മാലാഖ വന്ന് ഉറവക്കണ്ണി ഇളക്കുമെന്നാണ് പറയുന്നത്. ആരാദ്യം ഇറങ്ങുന്നോ അവർ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. നീ കൊണ്ടുപോയി നോക്കടി. ആണോടി? ആണടി. പെട്ടി ഓട്ടോയെ കയറ്റി ചേട്ടനെ എവിടെ കൊണ്ടുപോയി? പോട്ടെ അല്ലെ കൃപാസനത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നോക്കിയപ്പോഴാ ദേ നാട്ടിലെ സർവമാന വ്യാധിക്കാരും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉടമ്പടിയും കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, മാതാവേ കൈവിടല്ലേ. ശ്വാസം വിടാൻ പറ്റുന്നില്ല. അകത്ത് കയറുന്നത് പോട്ട് ശ്വാസം വിടാം. ഞാനൊരു ധ്യാനം അവിടെ നടത്തിയാണ്. ധ്യാനം നടത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഗൗരവം മനസ്സിലായത്. എനിക്ക് വെളിയിലിറങ്ങാൻ വഴിയില്ല. അതേ അവസ്ഥയായി. അവസാനം വിശുദ്ധ കുർബാനയും കൊണ്ട് ഞാൻ വരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും എന്നെ മാന്തി പറിക്കുമെന്ന്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. കാരണം ആളുകളുടെ പ്രശ്നങ്ങൾ നീറി നിൽക്കുകയാണ്. മനസ്സിലായുള്ളവരെ, ഇതേ ഒരവസ്ഥയിലായിരിക്കാം ഈ മനുഷ്യൻ ബത്സയിദ കുളത്തിൽ വന്നത്. കാരണം അവിടെ പറയുകയാണ്, നിങ്ങൾ അടിക്കുറിപ്പ് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ അടിക്കുറിപ്പിലായിട്ട് എഴുതിയിരിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ചില അവസരങ്ങളിൽ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കുമായിരുന്നു. വെള്ളം ഇളക്കിക്കഴിഞ്ഞ് ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിക്കുമായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് തെയ്യാമ്മ വിചാരിച്ചു ഇന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്, മാലാഖ വരും, റെഡി, സാരിയൊക്കെ ഇങ്ങനെ എളി കുത്തി നിൽക്കുകയാണ്. ആരെ? ചേട്ടനെ എടുത്ത് ചാടുക. അതിനുള്ള മാർഗം, വേറെ മാർഗമൊന്നുമില്ല. ചേട്ടത്തിക്ക് ആറടി നീളം, അതിനൊക്കെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ചേട്ടൻ ഇങ്ങനെ കയ്യിലെടുത്ത് ചാടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, അന്നേരം ഒരു മെസ്സേജ് വന്നത് വാട്സപ്പേ. തിരിഞ്ഞു നോക്കി ബ്ലും എന്നൊരു ശബ്ദം, ആരോ എടുത്ത് ചാടി. മാലാഖ പോയി. ഈ മാസത്തെ കോട്ട കഴിഞ്ഞു. ഇനി അടുത്ത മാസമേ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് ഈ പ്രാവശ്യം വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയാണ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ, വിട്ടുകൊടുക്കുകയില്ല. ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ചാൻസാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മിസ്ഡ് കോള്. ഒന്ന് നോക്കിയതേ ഉള്ളൂ, ആരോ എടുത്തിയാടി ബ്ലും, തീർന്നു. ചേട്ടൻ പറഞ്ഞടി, നിന്നെ കൊണ്ട് ഇതിനൊരു കഴകത്തുമില്ല. ഒരു കാര്യം ചെയ്യും, നീ പോടി, വീട്ടിൽ പോടി, ഞാൻ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കാം. നീ സമയമാകുമ്പോൾ ഞാൻ നിന്നെ അല്ലേ വിളിക്കാം, നീ വാ. എന്നാലും ചേട്ടനെ ഇട്ടേച്ച് പോകുന്നതൊക്കെ എങ്ങനെ? ഞാൻ പറയുന്നത് കേൾക്കട്ടെ, നീ അങ്ങ് പോ. പിള്ളേരെ വളർത്തൻ്റെ ആകെപ്പാടെ 10 സെൻറ്റ് സ്ഥലവും പിന്നെ ഒരു തൈത്തങ്ങൻ, ഒരു പശുവേ ഉള്ളൂ. ഈ പശുവിൻ്റെ അകടെ കിടന്ന് അരമണിക്കൂർ ഊഞ്ഞാലാടിയാൽ കിട്ടുന്ന 2 ലിറ്റർ പാലാണ്. ഇത് കൊണ്ടുപോയി സൊസൈറ്റി കൊടുത്തിട്ട് വേണം ജീവിക്കാൻ. എടി നീ പോടി. എന്നാലും ചേട്ടനെ ഇട്ടേച്ച് എങ്ങനെ? അങ്ങനെയൊക്കെയാണേ ആദ്യമൊക്കെ അങ്ങനെയാ. എന്നാലും എൻ്റെ ചേട്ടൻ ഞാൻ പറയുന്നതൊക്കെ പോ. അങ്ങനെ മനസ്സോടെ പോയി. പിന്നെ ചേട്ടൻ ഒറ്റയ്ക്കായി. ഇപ്പം ചേച്ചി വരാറില്ല. കാരണം ഒരു ചാൻസ് ഇല്ല. ഈ മനുഷ്യൻ അവിടെ കിടന്ന് എത്ര വർഷം? അസ്ഥിക്കഷണങ്ങൾ കൂട്ടിത്തുന്നി ഒരു രൂപം കണക്കെ അവിടെ കിടന്നുപോയി. അവർ ഇതാണെന്നേ, ആരുമില്ലാതാകുന്നൊരു സമയമുണ്ട്. കയ്യിലെ പോക്കറ്റിൻ്റെ കനമൊക്കെ തീരുമ്പോൾ, ഈ സൗന്ദര്യമൊക്കെ തീരുമ്പോൾ ഉണ്ടല്ലോ. പണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് സാരിയെ പിടിച്ചിട്ട്, അമ്മേ എനിക്കിവിടെ ചോറ് വിളമ്പ എന്ന് പറയുമ്പോൾ മറിയിക്കടാ, ചാച്ചൻ വന്ന കണ്ടില്ലേ, ചാച്ചന് വെള്ളം വിളമ്പി കൊടുക്കട്ടെ കൊണ്ട് പറയുന്നേ. ഇതേ ചാച്ചന് 25 വർഷം കഴിയുമ്പോൾ ചുമച്ച് കുറച്ച് വീടിൻ്റെ മൂലയ്ക്കിരിക്കും, വളഞ്ഞു കുത്തി. എന്നിട്ട് പറയും, എടിയേ ഇത്തിരി കഞ്ഞി വെള്ളം ഇങ്ങെടുക്കാവോടി. മിണ്ടായിരിക്കും മനുഷ്യനെ, ചെറുക്കന് വെള്ളം വിളമ്പി കൊടുക്കട്ടെ. ഇപ്പോൾ ചെറുക്കനാണ് കാര്യം. ഇതല്ലേ അവസ്ഥ? ഇതന്നെ ഞങ്ങളുടെ അവസ്ഥ. അച്ഛന്മാരെ, നിങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ നിങ്ങൾ വലിയച്ഛന്മാരാരെങ്കിലും കാണുമോ? എല്ലാം കൊച്ചച്ഛന്മാർ ഓടിച്ചാടി നടക്കും. വലിയച്ഛന്മാരെ വിളിക്കുക എന്നാന്നറിയാമോ? കുമ്പസാരത്തിൻ്റെ ദിവസം. ചെവി കേൾക്കത്തില്ലല്ലോ. ഇതാണ് അവസ്ഥ. പ്രായമായി ജീവിതം ഒന്ന് വഴിമുട്ടിപ്പോയോ, കിടന്നുപോയോ. യൗവനത്തിൻ്റെ ഗ്രാമറുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ലോകമായത്. എല്ലാവർക്കും വേണ്ടത്. ടി വിയിലൊക്കെ കാണുന്നത് ചട്ടന്മാരും പൊട്ടന്മാരും വല്ലതും കാണുമോ? എല്ലാം എന്നാ അല്ലേ, കൊഴുത്തും മെടുത്തിരിക്കുന്നവരൊക്കെ കാണത്തുള്ളൂ. എല്ലാവർക്കും വേണ്ടത് ഈ യൗവനമാണ്. ഇവിടെ ഈ മനുഷ്യന്
നഷ്ടപ്പെട്ടതാണ്. എനിക്കാരുമില്ല. കൂടെ നിന്നവരെല്ലാം വഴുതി മാറിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നവരൊക്കെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായി ഈ കുളക്കര. ഈശോ അവനോട് ചോദിക്കുകയാണ്, പെതിയെ അങ്ങനെ കിടക്കുമ്പോൾ ഒരു തണൽ പോലെ വന്ന് ഈശോ നിന്നിട്ട് ഇതിനോട് ചോദിച്ചു. കണ്ണു തുറന്നപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സുണ്ട്, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, സുഖമാകാൻ ആഗ്രഹമുണ്ടോ? അവൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ഈ 38 വർഷം കേൾക്കാത്തൊരു കാര്യമാണ്. ഒരാൾ എനിക്ക് വേണ്ടി തണൽ പോലെ നിൽക്കുന്നു, എന്നിട്ട് എന്നോട് ചോദിക്കുന്നു സുഖമാകാൻ ആഗ്രഹമുണ്ടോ? എല്ലാ പ്രതീക്ഷകളും മറ്റ് ജീവിതം ഇനി തീരാൻ പോകുന്നു എന്ന് എണ്ണി കഴിയുന്ന നാളുകൾക്കിടയിൽ ഒരുവൻ വന്നിട്ട് തണൽ പോലെ നിന്നിട്ട് പറയുകയാണ്, സുഖമാകണോ? അവൻ വാവിട്ട് കരഞ്ഞ് പറഞ്ഞതാണ് ഇത്, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല. ക്രിയയും ക്രിയാവിശേഷവും എടുത്തു മാറ്റി അവൻ പറഞ്ഞത്, കർത്താവേ, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. അവനോട് ചോദിച്ചതെന്താ? സുഖമാകണമെന്നാ. അവൻ പറഞ്ഞതെന്താ? എനിക്കാരുമില്ലെന്ന്. ആലോചിച്ച് നോക്കിയേ, അവന് സുഖമാകുന്ന കാര്യമൊക്കെ അവൻ മറന്നുപോയി. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദണ്ണമെന്ന് പറയുന്നത്, എന്നെ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ല. ഇത്ര നാളായിട്ട് ഈ സങ്കടം കൊണ്ട് നടക്കും, ഒന്ന് കേൾക്കാൻ സമയമില്ലെന്ന് ആർക്കും. എനിക്കാരുമില്ല. അവനെന്താ ചെയ്തതെന്നറിയാമോ? അവൻ്റെ ആസ്തി പോലത്തെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ടടാ, എഴുന്നേരാ. ആകാശത്ത് നിന്നിറങ്ങിയ ശക്തിയാ. അവൻ ചാടി എഴുന്നേറ്റു. അവനൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദേ ആ ബെഡൂടെ എടുത്തോടാ, ആ ബെഡൂടെ. അവൻ ആ ബെഡ് എടുത്ത് തലയെ ചുരുട്ടി വെച്ച്. അപ്പോഴേ പുറകിൽ നിന്നൊരു വിളി, ഡോ. ആരാ? സിനഗോഗ് അധികാരിയാ. ഡോ, ഇവിടെ ഇവിടെ. എന്താ? എന്നാടാ ഇത്? എന്ത്? അല്ല, തലയിരിക്കുന്ന ബെഡ് കണ്ടില്ലേ? എടോ, അത് മനസ്സിലായി. ഇത് എന്തിനാ ചുമക്കുന്നത്? സാർ, ഇത് തന്നെ നടന്നു വരത്തില്ല, അതുകൊണ്ടാണ് ചുമക്കുന്നത്. എടോ, വർത്താനം പറയത്. ഇന്ന് ഏതാ ദിവസം എന്നറിയാമോ? ഇന്ന് സാബത്താ. സാബത്തിൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധം, അറിയാം. അവൻ പറഞ്ഞു, സാറേ, 38 വർഷമായിട്ട് ഇവിടെ ഞാൻ കിടപ്പുണ്ടായിരുന്നു. സാർ ഇതുവരെ തേരാപ്പാര നടന്നില്ലേ? ഒരു ചെറുവിരൽ അനക്കി എന്നെ തെള്ളിയിട്ടോ ഇതിനകത്തോട്ട്? ഇല്ലല്ലോ. പോയി വർത്താനം പറയല്ലേ. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതെടുത്ത് തലയിൽ വെക്കാം. ഇനി അവൻ പറയണം താഴെ വെക്കണമെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞു. അവൻ എങ്ങോട്ട് പോയി? അവൻ ദേവാലയത്തിലേക്ക് പോയി. വീട്ടിലൊന്നും ആരുമില്ല. ഭാര്യ ഇപ്പം 2 കെട്ടി വേറെ പോയി കാണും. ഇവൻ ആരുമില്ല. ഇവൻ ദേവാലയത്തിലേക്ക് പോയെന്നാണ് ബൈബിളിൽ എഴുതി. 4 പേര് കാണട്ടെന്നേ, 4 പേര് കാണട്ടെന്നേ എൻ്റെ അവസ്ഥ. വീണ് കിടന്നവന് ഒരു ഹോപ്പുണ്ടെന്ന്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ വീണെന്ന് വെച്ചു. 38 വർഷം കിടന്നു. ഇപ്പോൾ ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? 68 വയസ്സുണ്ട്. 68 വയസ്സായി മനുഷ്യൻ 4 പേരുടെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, എനിക്കൊരു കർത്താവുണ്ടടാ, എനിക്കൊരു ദൈവമുണ്ടടാ, വീഴാൻ അനുവദിക്കത്തില്ലടാ, നിനക്ക് നരബാധിച്ചാലും നിന്നെ ഞാൻ കയ്യിലെടുക്കൂടാ. വചനമാ. നിനക്ക് നരബാധിച്ചാലും നിന്നെ ഞാൻ കൈകളിൽ വഹിക്കാം. പ്രോമിസാണെന്ന്. വിശ്വസിക്കണം നിൻ്റെ ദൈവത്തെ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. സ്നേഹത്തോടൊന്ന് പാടാം. അവനെ നോക്കി, യേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇങ്ങനൊരു ദൈവം നമുക്കുണ്ട്. എനിക്ക് അവനോടൊരു ഒരു ഒരു ഹൃദയ ബന്ധമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റും. ഈ സഹനങ്ങൾക്കിടയിലെ ദൈവമക്കളെയാണ് അവനിങ്ങനെ നോക്കുന്നത്, ഉറ്റുനോക്കുന്നത്. ഈ വേദനകൾക്കിടയിലെ ദൈവം. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്, നമ്മുടെ കഴിവുകൊണ്ടല്ല. ഈ സങ്കടങ്ങൾ എണ്ണിപ്പറക്കി അവനോട് പറയാനും അവൻ എനിക്ക് മതിയായവനാണെന്ന് വിശ്വസിക്കാനുമൊക്കെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരുപടി ആൾക്കാരെയാണ് അവനിവിടേക്ക് കൊണ്ടുവരുന്നത്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ. അതുകൊണ്ട് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ്, ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇനിയും ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ, എന്നാൽ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ എല്ലായിടത്തുമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇനിയും പറയാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രം. എന്തുകൊണ്ടാണ് യേശു മതിയായവനാണ് എന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് യേശു എന്നെ ഏത് സാഹചര്യത്തിലും അവൻ എനിക്ക് മതിയായവനാണ് എന്ന് പറയാൻ കാര്യം? വൈ? ഇതുവരെ ഞാൻ പറഞ്ഞത് ഹൗ ഓഫ് തിങ്സ് ആണ്, നമ്മളെങ്ങനെ അവനെ സമീപിക്കണമെന്ന്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വൈ ഓഫ് തിങ്സ്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ വിശ്വസിക്കേണ്ടത്? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്തുകൊണ്ടാണ് അവൻ മതിയായവനാണ്? ഇത് യുക്തിഭദ്രമായിട്ട് പറയാനായിട്ട് പോവാണ് അരമണി. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 9:22, ഹെബ്രായർ 9:22 ഒരു വചനമുണ്ട്. ഇതാണ് എന്തുകൊണ്ടാണ് അവൻ മതിയായവനാണെന്ന് പറയാൻ കാര്യം. നിയമപ്രകാരമുള്ള മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ എന്തില്ല? അതായത് ഇത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പുരാതന കാലം മുതൽ ഗോത്രമതങ്ങൾ തൊട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു സത്യമാണ്, രക്തം ചിന്തിയാലേ പാപമോചനമുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ 14 തരം ഈ വെളിച്ചപ്പാടുകളുണ്ടെന്നാണ് പറയുന്നത്. 14 തരം. ഈ ഗോത്രമതങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാളൊക്കെ പിടിച്ച് തുള്ളി കണ്ടിട്ടുണ്ടോ? സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചപ്പാടുകൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ ഈ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ ഒരു പള്ളിവാളുണ്ട്, സീക്രട്ട് സോഡ് എന്നാണ് പറയുക. ഈ പള്ളിവാൾ കൊണ്ട് ഇവരിങ്ങനെ തുള്ളി ഒരു കോഴിയൊക്കെ വെട്ടി അതിൻ്റെ ചോര പായസം നേർച്ചയുമായിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ നെറ്റിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാണെന്നറിയാമോ? ദേവി പ്രീതിപ്പെടണമെങ്കിൽ ഈ ചോര കാണണം. രക്തം ചിന്താതെ എന്തില്ല? പാപമോചനമില്ല. അതെല്ലാം മതങ്ങളുടെയും ഒരു രീതിയാണ്. ഹിന്ദു മതത്തിൽ ഋഗ്വേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 10-ാം അധ്യായം 86-ാം ഖണ്ഡിക, ബൈബിൾ എടുത്ത് തുറന്നു നോക്കല്. 10-ാം അധ്യായം 86-ാം ഖണ്ഡികയിലെ അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇന്ദ്രദേവൻ ആവശ്യപ്പെടുന്ന യജ്ഞം ഇതാണ്, ഭക്തൻ 15-20 കാളകളെ ഒരുക്കുക, അവയുടെ മേധസ്സുറ്റ മാംസം ഞാൻ ഭക്ഷിക്കും, അവ എൻ്റെ വയറിൻ്റെ ഇരുവശവും നിറയ്ക്കുക, ഇന്ദ്രനാണ് എല്ലാ ദേവന്മാരിലെയും ശ്രേഷ്ഠൻ. അങ്ങനൊരു വാക്യം ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും ഒരു രീതിയാണ് ബലികൾ അർപ്പിക്കുക, ചോര കാണുക. ചോര ചിന്തിയാലേ എന്തുള്ളൂ? പാപമോചനമുള്ളൂ. എല്ലാ മതങ്ങളുടെയും. ഇസ്ലാം മതത്തിലുണ്ട്. നമുക്കറിയാം, റമദാൻ മാസത്തിൽ പഴയ വ്യാഖ്യാനം അനുസരിച്ച് 1 മാസത്തെ തപസ്സും ഉപവാസവും കൊണ്ട് ഒരു വിശ്വാസിയുടെ മുഴുവൻ പാപങ്ങളും ഒരാടിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അത് ഓഫ് ലോഡ് ചെയ്യുന്ന കണക്കെ. അതായത് നമ്മൾ ഈ സാധനങ്ങൾ കമ്പ്യൂട്ടർ ഓഫ് ലോഡ് ചെയ്യുമ്പോൾ ഇത് കണക്കെയാണ്. അതായത് ഈ ആടിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് ചുമത്തും. എന്നിട്ട് ഈ പാപത്തിൻ്റെ എല്ലാം പരിഹാരമാണ് ഈ ആട്. ഈ ആടിനെ ചോദിക്കും, ഓക്കെ ആണോ? ചെവിയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ ആടിൻ്റെ തല വെട്ടും. അതായത് അതിന് പറയുന്നത് ഈദ് ഇൻ അദ്ദ എന്നാണ് പറയുന്നത്.
ദ ഫെസ്റ്റിവൽ ഓഫ് സാക്രിഫൈസ് എന്നാണ് പറയുക. ഹജ്ജിന് പോകുന്നൊരു വിശ്വാസി ഒരാടിനെയോ ഒട്ടകത്തെയോ മെക്കയിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് അതിനെ കൊല്ലും. അല്ല, എല്ലാ മതങ്ങളിലും ഈ ബലിയർപ്പണങ്ങളുണ്ട്. കാരണം എല്ലാ മതത്തിൻ്റെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് രക്തത്തിലാണ് ജീവൻ. ജീവൻ ചിന്താതെ പാപമോചനം കിട്ടില്ല. എല്ലാ മനുഷ്യനും പാപികളായി. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് പാപം. ഉദാഹരണത്തിന് കായേനും ആബേലും. കായേൻ ആരെ കൊന്നു? ആബേലിനെ. ശ്രദ്ധിച്ച് കേൾക്കണേ, പ്രധാന കാര്യമാണ്. കായേൻ ആബേലിനെ കൊന്നു. എവിടെ വെച്ച് കൊന്നു? വീട്ടിൽ വെച്ച്. വയലിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടി പണ്ട് മനുഷ്യക്കുരുതികൾ നടക്കുമായിരുന്നു. ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടി, ഈ ഫലമുണ്ടാകാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് ഫലം തരും എന്നൊക്കെ ഒരു ചിന്തയുണ്ട്, മനുഷ്യക്കുരുതികൾ. അന്ന് കായൻ ആബേലിനെ കൊന്നു. ഇപ്പോൾ ദൈവം എന്ത് ചെയ്തു? കായനെ, കാരണം മണ്ണിൽ കിടന്നുകൊണ്ട് ഈ നിഷ്കളങ്ക രക്തം വിളിച്ചപ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് ഈ വിളി കേട്ടിട്ട് പറഞ്ഞു, കായനെ നീ എന്നാടാ കാണിച്ചേ? കായൻ വിളിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് നിഷ്കളങ്കനായ നിൻ്റെ സഹോദരൻ്റെ രക്തം നീ ചിന്തിയില്ലടാ, ശിക്ഷ അനുഭവിക്കണം. കായനല്ലേ ആൾ. കായൻ പറഞ്ഞു, പറ്റിപ്പോയി. കുറേ കരഞ്ഞപ്പോഴത്തേന് ദൈവം പറഞ്ഞു, കരയാതെ സാരമില്ല. അപ്പോഴാണ് വീണ്ടും നിലവിളി, ആബേൽ കൊല്ലണം അവനെ, എൻ്റെ ചോരയ്ക്ക് അവന് പകരം തരണം. നീതിമാനാണ്, ഞാൻ ജീവിച്ചവനാ, എന്നെ കൊന്നവനവൻ, എനിക്ക് ഈ ഭൂമി ജീവിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, വിടരുതവനെ. ദൈവം വിചാരിച്ചു, ശരിയല്ലല്ലോ കായനെ, നീ വന്നേ, ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ചെറുക്കനെ കൊന്നില്ലേ? കായനല്ലേ ആൾ. കായൻ വാവിട്ട് കരഞ്ഞിട്ട് പറ്റിപ്പോയി, ക്ഷമിക്കണം. നമ്മുടെ അവസ്ഥയാണേ, നമ്മൾ പാപം ചെയ്യുമ്പോഴെല്ലാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ചിലരുടെ ജീവൻ പൊടിയുന്നുണ്ട്. ഒരു ചെറിയ പാപം ചെയ്താലും ജീവൻ്റെ കുറവാണ് അവിടെ എല്ലാം സംഭവിക്കും. ഒരു കള്ളം പറഞ്ഞാലും അവിടെ ജീവൻ കുറയും. ഏത് ചെറിയ പാപത്തിലും നഷ്ടമാകുന്നത് ജീവനാണ്. അതുകൊണ്ട് ഈ ജീവന് പകരമായി ജീവൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കായൻ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചപ്പോൾ ദൈവത്തിന് കൺഫ്യൂഷൻ, എന്ത് ചെയ്യാൻ പറ്റും? ഇവനോട് നീതി പുലർത്തുകയും വേണം, കായനോട് കരുണ കാണിക്കുകയും വേണം. ഇതാണ് എക്കാലത്തും ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. എങ്ങനെ കായേന് കരുണ കാണിക്കാനും പറ്റും, അതേസമയം കൊല്ലപ്പെട്ട ആബേലിനോട് നീതി കാണിക്കാനും പറ്റും. കാരണം ജീവന് പകരം എന്ത് വേണം? ജീവൻ വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഈ ചോര കൊണ്ട് ബലി അർപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലും അതുണ്ട്. യഹൂദ മതത്തിൽ നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശേ 2 ആടുകളെ കൊണ്ടുവരണം. ആട്. എന്നിട്ട് ഈ ഒരാടിൻ്റെ തലയിലേക്ക് ഈ ജനത്തിൻ്റെ പാപമെല്ലാം ആവഹിച്ച് വെച്ചിട്ട് ആ കുഞ്ഞാടിനെ എന്ത് ചെയ്യണം? കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ ചോര എടുത്തിട്ട് സ്വർണ്ണ കലശത്തിലെടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് പോയി ഈ ത്രോണോസിൽ എന്ന് പറഞ്ഞാൽ ബലിപീഠത്തിൽ, ഹിലസ്റ്റേരിയോൺ, കൃപാസനത്തിൽ പെരുവിരൽ ഈ രക്തത്തിൽ മുക്കി 7 തവണ ഈ ത്രോണോസിൽ ഇങ്ങനെ തളിക്കണം. അപ്പോൾ ത്രോണോസിലിരിക്കുന്ന അഥവാ ഈ കൃപാസനത്തിലിരിക്കുന്ന ദൈവം, കെരൂബുകളുടെ മധ്യേ ഇരിക്കുന്ന ദൈവം, മാലാഖമാരുടെ മധ്യേ ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് രൂപമില്ല, പക്ഷേ ഈ മാലാഖമാരുടെ ചിറകുകളുടെ ഇടയിൽ നിഴൽ വീഴ്ത്തിയിരുന്നത് ഈ ദൈവമാണ്. സാക്ഷാൽ സീനായിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം യാഹ്വയാണെന്ന് അറിയാവുന്ന യഹൂദൻ്റെ വിശ്വാസം ഈ അഗ്നിയായ സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അഗ്നി, മുൾപ്പടർപ്പിലെ അഗ്നിയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ രക്തം ഈ അഗ്നിയിൽ വീഴുമ്പോൾ ഈ പാപം മുഴുവനും ഈ അഗ്നി കത്തിച്ചു കളയും. ജനത്തിൻ്റെ പാപം മുഴുവനും കത്തിച്ചു കളയും. അതുകൊണ്ടാണ് യഹൂദർ വർഷത്തിലൊരിക്കൽ ദ ഡേ ഓഫ് അറ്റോൺമെൻ്റ് എന്നാണ് പറയുക. യോം കിപ്പൂർ എന്ന ദിവസം ഈ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് വർഷത്തിലൊരിക്കൽ ബലിപീഠത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പ്രധാന പുരോഹിതൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യും. എന്താണെന്നറിയാമോ? ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം. ജീവന ഒരു കുഞ്ഞാടിൻ്റെ മേൽ വെച്ചിട്ട് ആ കുഞ്ഞാടിനെ കൊന്ന്
അതിൻ്റെ രക്തം കൊണ്ടുവന്ന് തളിക്കും. എങ്കിൽ മാത്രമേ ജീവൻ തിരിച്ചു കിട്ടത്തുള്ളൂ ജനത, ഇല്ലെങ്കിൽ കടം കിടക്കും. സ്നേഹമുള്ളവരെ, 2 ആടുകളെ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് പറയും മറ്റേ ആടിൻ്റെ തലയിലിട്ട് കൈവച്ചിട്ട് ഒരാളോട് പറയും, ഒരുങ്ങി നിൽക്കുന്ന ഒരാളോട് പറയും, ഇത് അസസേലിന് കൊടുക്കാൻ മരുഭൂമിയിൽ കൊണ്ടുപോകാൻ പറയും. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചാൽ മതി. അസസേൽ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ പിശാചിൻ്റെ പേരാണ് അസസേൽ. പിശാച് എവിടെയാണ്? മരുഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഈശോയുമായിട്ട് മരുഭൂമിയിൽ പിശാച് ദ്വന്ദ്വയുദ്ധം നടത്തുന്ന കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അസസേലിന് കൊടുക്കാൻ, കാരണം ഈ ആടിനെ പിശാചിന് അവകാശപ്പെട്ടത്. അപ്പോൾ പിശാചിൻ്റെ ലീഗൽ റൈറ്റ് കൊണ്ട് പാപത്തിന്, ശ്രദ്ധിക്കണേ, പാപത്തിന് 1 അത് ജീവൻ നഷ്ടമാക്കും, 2 അതിൽ പിശാച് അവകാശവും പറയും. അതുകൊണ്ട് പിശാചിന് കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് യഹൂദൻ മറ്റേ ആടിനെ സ്കേപ്പ് ഗോട്ട് എന്നാണ് പറയുന്നത്. നീ എന്നെ ബലിയാടാക്കി എന്നൊക്കെ പറയാറില്ലേ, നീ എന്നെ ബലിയാടാക്കി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് അവൻ്റെ തലയിൽ വെച്ചിട്ട് ഈ ആടിനെ അങ്ങോട്ടും കൊടുത്തു വിടും. ഒരാടിനെ കൊന്ന് ചോര ഇവിടെയും തളിക്കും. ഇതാണ് ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ യഹൂദൻ ചെയ്തിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മതങ്ങളിലും ചോര പൊടിഞ്ഞാലേ എന്തുള്ളൂ? പാപമോചനമുള്ളൂ. പക്ഷേ യേശുക്രിസ്തു വരുന്നതോടുകൂടി ഈ മൃഗബലികളെല്ലാം അങ്ങ് നിർത്തലാക്കി. എന്താ കാര്യം? കാരണം 1, എടാ നീ ഒരു പാപം ചെയ്തതിന് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ഒരു മനുഷ്യൻ്റെ പരിഹാരമായി മറ്റൊരു പാപിയുടെ രക്തം പരിഹാരമല്ല. കാരണം അവനും എന്നെപ്പോലെ പാപിയാണെങ്കിൽ അവൻ എങ്ങനെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും? അപ്പം ശ്രദ്ധിക്കുക, 1 അവൻ മനുഷ്യനായിരിക്കണം, 2 അവനിൽ പാപമുണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭൂമിയിൽ വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, പാപമില്ലാത്തതായി മനുഷ്യനായി, എന്നാൽ ദൈവം തന്നെയായവൻ. കാരണം ദൈവത്തിന് മാത്രമേ പാപം പരിഹരിക്കാൻ പറ്റൂ, ക്ഷമിക്കാൻ പറ്റൂ. അവൻ ദൈവമായിരിക്കണം, കാരണം ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റൂ. അവൻ മനുഷ്യനായിരിക്കണം, അവൻ പാപമില്ലാത്തവനായിരിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ ഒരു മതപുരോഹിതനും ഒരു പ്രവാചകനും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് യേശുവാണ് ആരിലും മതിയായവനാണെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടനെ കണ്ടിട്ട് സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനിമേൽ മൃഗബലികളില്ല, പക്ഷെ അവൻ്റെ ചോരയുണ്ടല്ലോ, ആ ചോര എൻ്റെ ജീവൻ്റെ മോചനദ്രവ്യമാണ്. ഇല്ലെങ്കിൽ എന്നേക്കുമായി പിശാചിൻ്റെ നരകത്തിൽ കൊണ്ടുപോയനെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നേക്കുമായി പാപത്തിൽ വീണ എൻ്റെ അവസ്ഥ, ഈ പാപത്തിന് ശിക്ഷ മരണമാ, നിത്യനരകം, ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ, എന്നേക്കുമായി ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ. ഇത് കണ്ടിട്ട് ദൈവപിതാവ് എന്ത് ചെയ്തു? തൻ്റെ ഏക മകനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, മോനെ നീ ബലിയാകണം. ഈ ബലിക്കുഞ്ഞാടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അവൻ എല്ലാത്തിലും മതിയായവനാണ്. അവൻ നമുക്ക് ജീവൻ തരുന്നവനാണ്. ഒരു വ്യക്തിയും ഇതുവരെ മറ്റു മതങ്ങളിൽ പറഞ്ഞിട്ടില്ല, ഞാൻ തരാം നിനക്ക് ജീവൻ. പക്ഷേ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. അതുകൊണ്ടാണ് ഇനിമേൽ അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടത് പറയാൻ കാര്യം? അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതായത് ഇതാണ് യേശു ഏതിലും മതിയായവനാണെന്ന് പറയാൻ കാര്യം. എന്തിലും മതിയായവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം തരാനോ ഒരു 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 രോഗം മാറാനോ ഒന്നും അല്ല ഈശോ വന്നത്. അതൊക്കെ ഈശോ തരും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രകടമായ അടയാളങ്ങളാണ്. അത് നടക്കും. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ അത് സംഭവിക്കും, വചനം കേൾക്കുന്നിടത്തൊക്കെ അത് സംഭവിക്കും. പക്ഷേ യേശു വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ചെറിയ കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് ഈ സമൃദ്ധമായ ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനാണ്.
അത് കിട്ടിയാലുണ്ടല്ലോ ബാക്കിയെല്ലാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇത് വിശ്വസിക്കണം. ആദ്യം അവരുടെ ഫോക്കസ് ഇവിടെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം ജീവൻ പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് സസ്യജീവൻ. നമുക്കിവിടെ ഒരു മുല്ലയുണ്ട്, നല്ല മനോഹരമായ മണമുള്ള മുല്ലയാണ് സസ്യത്തിന് ജീവനുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? അത് വളരുന്നു. അതിനിടയിൽ നിന്നൊരു കുരുവി പറക്കുന്നു, അല്ലെ ഒരു പൂച്ച എടുത്തിയാടുന്നു. അതിന് ജീവനുണ്ടോ? ഉണ്ട്. തെളിവെന്താ? അത് ചലിക്കുന്നു. വളരുന്നു മാത്രമല്ല ചലിക്കുന്നു. കാരണം സസ്യജീവനേക്കാളും കുറെ കൂടെ ഭേദപ്പെട്ട ലൈഫാണ് എന്തിനുള്ളത്? മൃഗത്തിനുള്ളത്. അതിലും ഭേദപ്പെട്ട ഒരു ലൈഫാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ വളരുന്നു, ചലിക്കുന്നു, മാത്രമല്ല ചിന്തിക്കുന്നു, ചിരിക്കുന്നു, സ്നേഹിക്കുന്നു, സ്വാതന്ത്ര്യമുണ്ട്. കുറെ കൂടെ വിശേഷപ്പെട്ട ജീവനാണ് ലൈഫ്. ജീവനായിരിക്കണമെങ്കിൽ ഒരിക്കലും മരിക്കരുത്. ജീവനായിരിക്കണമെങ്കിൽ ഒരിക്കലും മരിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനാണോ? ഇല്ല. സസ്യജീവൻ മരിക്കും, വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. പൂച്ച ചത്തുപോവും. മനുഷ്യനും മരിക്കും. പക്ഷേ ഈ ജീവനായിരിക്കണമെങ്കിൽ ഈ മനുഷ്യജീവൻ ജീവനപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കണം. ഒരിക്കലും ജീർണിച്ചു പോകാത്ത, അഴുകിപ്പോകാത്ത ഒരു ലൈഫിലേക്ക് ഈ ജീവൻ പ്രവേശിക്കണം. അങ്ങനെ മരണത്തിനപ്പുറത്തേക്ക് പ്രവേശിച്ച ഒരാളും ഈ ഭൂമിയിൽ ഇതുവരെ ഇല്ല. അതുകൊണ്ടാണ് രാമനും കൃഷ്ണനും മുഹമ്മദ് നബിയും ഒന്നും ദൈവങ്ങളല്ല എന്ന് പറയുന്നത്. ഇത് കുറ്റം പറയുന്നതോ നമ്മൾ പൊങ്ങച്ചം പറയുന്നതോ അല്ല. ഇതാണ് യാഥാർത്ഥ്യം. മരണത്തിനു ശേഷം ജീവനിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ആര്? യേശു ക്രിസ്തു. ഇത് സത്യമാണ്. അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ തെളിയിക്കട്ടെ, അങ്ങനെയുള്ള ആളുകളുണ്ട്. മരണത്തിനു ശേഷം ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. ലാസർ മരിച്ചിട്ട് ജീവിതത്തിലേക്ക് വന്നു. ജൈറോസിൻ്റെ മകൾ മരണത്തിൽ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ ഇത് ഉത്ഥാനമെന്ന് പറയുന്നത് വേറൊരു ജീവനാണ്. ഇതിൻ്റെ പേര് സോയെ. ഗ്രീക്ക് ഫിലോസഫിയിൽ പറയുന്നത് പുതുജീവൻ, സമൃദ്ധമായ ജീവൻ. ഈ ജീവനിലേക്ക് അവൻ പ്രവേശിച്ചിട്ട് നമ്മളെ അവൻ പറയുകയാണ്, ഈ ജീവനിലേക്ക് ചേർത്തു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് അവൻ മരിക്കുകയില്ല, അവന് നിത്യകാലത്തേക്കുള്ള ജീവൻ. ഈ ജീവനിലേക്കാണ് അവൻ നമ്മളെ ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതിനാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതാണ് അവൻ സകലത്തിലും മതിയായവനാണെന്ന് പറയാൻ കാര്യം. ഇതാണ് രക്ഷ, സമൃദ്ധമായൊരു ജീവൻ. ഉദാഹരണത്തിന് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേ ഇതുവഴി സൈക്കിളിൽ ഓട്ടിക്കൊണ്ടൊരു പയ്യനിങ്ങനെ ഓടുന്നു. ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഞാൻ പറയും, മോനെ സൂക്ഷിക്കണേടാ, അവിടെ ഒരു കുഴിയുണ്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുഴിക്കകത്തവനിങ്ങനെ കിടക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ കുഴിയുണ്ട്. അവനവിടെ കിടന്നിട്ട് പറഞ്ഞു, സോറി ഫാദർ. ഞാൻ പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോന്നാൽ അവന് വല്ല ഗുണമുണ്ടോ? അവനെപ്പോഴും എവിടെ കിടക്കുന്നേ? കുഴിയിൽ. ഇതല്ല രക്ഷ. രക്ഷയെന്ന് പറയുന്നത് ഞാൻ ഇറങ്ങി അവനെ അവൻ്റെ സൈക്കിൾ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് മരുന്ന് വെച്ച് കുഴിയിൽ നിന്ന് കയറ്റുന്നതിൻ്റെ പേരാണ് എന്ത്? ഇതാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. നമ്മളൊരു സോറി പറയുമ്പോൾ സാരമില്ല കുഞ്ഞെ എന്ന് പറയുന്നതല്ല. നിൻ്റെ കൂടെ ഈ പാതാളത്തിൽ അവൻ ഇറങ്ങും. പാതാളത്തിൽ ഇറങ്ങി നിന്നെ കൈപിടിച്ചുയർത്തും. നിൻ്റെ സ്ഥിതി മാറും. ഇതാണ് സമൃദ്ധമായ ജീവൻ. ഇതുകൊണ്ടാണ് അവനാണ് എല്ലാത്തിലും മതിയായവനെന്ന് പറയാൻ കാര്യം. ഉപദേശം തരുന്നത് മാത്രമല്ല, മറിച്ച് അവൻ ജീവൻ തരും. അതുകൊണ്ടാണ് ഈ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ കാലത്ത് ഒരു സ്ത്രീ, ഒരു വിധവയ്ക്ക് ഏക മകൻ മരിച്ചുപോയി. അപ്പോൾ അവൾ ഓടി വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, അവനാണ് എൻ്റെ ഏക ആശ്രയം, വരുമാനം, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം, ജീവനിലേക്ക് കൊണ്ടുവരണം, നിനക്ക് പറ്റും, നീ ദൈവമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതേ
ജീവിതത്തിലേക്കൊന്നും കൊണ്ടുവരാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ വേണമെങ്കിൽ മരണം എന്താണെന്ന് പറഞ്ഞു തരാം, ജീവൻ എന്താണെന്ന് പറഞ്ഞു തരാം. നോ നോ നോ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, നിനക്ക് പറ്റുമെന്ന് ഭയങ്കരമാണ് നിർബന്ധം. ഈ സ്ത്രീയുടെ നിർബന്ധം ഒരു അലട്ടലായപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഇവളെ ഒഴിവാക്കാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ ഒരു വീട്ടിൽ ചെന്ന് ഇത്തിരി കടുക് വാങ്ങിച്ചുകൊണ്ട് പോവാ. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അത്? ഇത്തിരി കടുക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷേ അവളോട് പറഞ്ഞു ആ വീട്ടിൽ, കടുക് കിട്ടുന്ന വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടാവരുത്, മരിക്കാത്തൊരു വീട്ടിൽ നിന്ന് വേണം കടുക്. അവൾ ഓടിച്ചെന്നു, ഇത്തിരി കടുക് തരാമല്ലോ, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പച്ചൻ മരിച്ച, അടുത്ത വീട്ടിൽ അമ്മച്ചി മരിച്ച, മാവൻ മരിച്ച, മരിക്കാത്ത വീടില്ല. ഇവളൊരു 10-25 വീട് കയറിയപ്പോൾ മനസ്സിലായി ഭൂമിയിൽ ജനിച്ചാൽ മരിക്കണം. അവൾ തിരികെ വന്നു എന്നാണ് കഥയാണ്. തിരികെ വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, ബുദ്ധ നീ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം. പക്ഷേ കഥ പറയുകയാണ്, അവൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. ശ്രീബുദ്ധന് ശേഷം 60 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആര് വന്നത്? ഈശോ ഭൂമിയിലേക്ക് വന്നത്. 6 നൂറ്റാണ്ടുകൾ അവളിങ്ങനെ നടന്നത്രേ. ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ സ്ത്രീയെക്കുറിച്ച്? നൈമിലെ വിധവ, മരിച്ചുപോയ ഏക മകനെ മഞ്ചലിൽ കിടത്തിക്കൊണ്ട് അവർ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ നീറുന്ന നെഞ്ചുമായി അലമുറയിട്ടുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ നടക്കുക. ഇനിയും എൻ്റെ കുഞ്ഞ് മരിച്ചു, അടക്കാൻ പോവുക, ഇനി അവൾ രക്ഷിക്കാൻ ആരുമില്ല ഈ ഭൂമി. അപ്പോഴാണ് 33 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവളുടെ കണ്ണുനീര് കണ്ടിട്ട് ആ മഞ്ചലിൽ പിടിച്ചു. മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചില്ല, ജീവനെക്കുറിച്ച് പ്രഭാഷണം നടത്തിയില്ല. മറിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, യങ് ബ്ലഡ് ഗെറ്റ് അപ്പ്, യുവാവേ എഴുന്നേക്ക്. അങ്ങനെ ഒരുവൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്, അങ്ങനെ ഒരുവൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് നിന്നെ കൈപിടിച്ചുയർത്താൻ പറ്റുന്നൊരു അവനാണ് മതിയായവൻ.